ആയുർവേദത്തിൽ എഴുന്നേൽക്കേണ്ട സമയം തൊട്ട് ഓരോ ദിവസവും ചെയ്യേണ്ടതായും ഒഴിവാക്കേണ്ടതായും എല്ലാപ്പെട്ട കാര്യങ്ങളും വിവരിച്ചിട്ടുള്ളത് നിങ്ങളിൽ കുറച്ചു പേർക്കെങ്കിലും പുതിയ അറിവായിരിക്കും. ഇന്ന് അതിൽ പലതിനും ശാസ്ത്രീയ വശങ്ങളും ഉണ്ടെന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രീയമല്ലാത്തതൊന്നും ഈ കാലത്ത് പ്രസക്തമില്ലെന്നതുകൊണ്ട് തന്നെ കാലത്തിനൊപ്പം മാറിക്കൊണ്ടിരിക്കുന്ന ആയുർവേദത്തെപ്പറ്റി നമുക്ക് സംസാരിക്കാം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബ്രഹ്മമുഹൂർത്തത്തിനെ പറ്റിയാണ്. ആദ്യമേ തന്നെ ഓർമ്മപ്പെടുത്താം, ഇതൊന്നും നിർബന്ധമായി പാലിക്കേണ്ട ഒന്നായി അല്ല ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. പകരം ഇവ ശീലിക്കുകയാണെങ്കിൽ ആരോഗ്യം ശാരീരികമായും മാനസികമായും കുറച്ചുകൂടി മെച്ചപ്പെട്ടതാകും. ലൈക്ക് ഇറ്റ്സ് നോട്ട് യു ഷുഡ് ഗെറ്റ് അപ്പ് അറ്റ് ബ്രഹ്മമുഹൂർത്ത, ഇറ്റ് ഈസ് യു മേ ഗെറ്റ് അപ്പ് അറ്റ് ബ്രഹ്മമുഹൂർത്ത. സൂര്യോദയത്തിൻ്റെ 1 മണിക്കൂർ 36 മിനിറ്റ് മുൻപുള്ള സമയമാണ് ബ്രഹ്മമുഹൂർത്തമായി കണക്കാക്കപ്പെടുന്നത്. അതിൻ്റെ ദൈർഘ്യം 48 മിനിറ്റാണ്. ഉദാഹരണത്തിന് 6 മണിയാണ് സൂര്യോദയമെങ്കിൽ 4:30 തുടങ്ങി 48 മിനിറ്റ് ആണ് ബ്രഹ്മമുഹൂർത്തം. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഇത്ര പുലർച്ചെ എണീറ്റ് എന്ത് കാണിക്കാനാണ്? 1. മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയങ്ങളിൽ ഒന്നാണ് ഈ നേരം. കാരണം ശാന്തത തന്നെ. ആൽഫ ബ്രെയിൻ വേവ്സ് അഥവാ ഓർമ്മശക്തി, സർഗാത്മകത ഇതൊക്കെ വളരാൻ സഹായിക്കുന്ന തലച്ചോറിലെ തരംഗങ്ങൾ ഈ സമയത്ത് മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ സംജാതമാകുന്നു. 2. പഠനത്തിന് പറ്റിയ, വായനയ്ക്ക് പറ്റിയ നല്ലൊരു സമയം ഇതുതന്നെ. ബാഹ്യമായ ഒരു ശല്യവും ഉണ്ടാവുകയില്ലെന്നതുകൊണ്ട് തന്നെ ഏകാഗ്രത വർദ്ധിക്കുന്നു. കൂടാതെ മലിനീകരണമില്ലാത്ത നവീനമായ ഓക്സിജൻ തന്മാത്രകൾ ഉണ്ടാകുന്ന നേരമായതിനാൽ ഇവ മനുഷ്യ ശരീരത്തിലെ ഹീമോഗ്ലോബിനുമായി ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാക്കുകയും ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിച്ച് ആ ദിവസം മുഴുവൻ ശരീരത്തിന് എനർജിയും പ്രദാനം ചെയ്യും. ശരീരത്തിന് നല്ല രീതിയിൽ ഓക്സിജൻ ലഭിച്ചാൽ വേദന, കടച്ചിൽ എന്നിവയിൽ നിന്നൊക്കെ മുക്തി നേടാം. കഴിക്കുന്ന പോഷകങ്ങൾ എളുപ്പത്തിൽ ആഗിരണം ചെയ്യാനും ഇത് സഹായിക്കുന്നു. 3. ദിവസത്തെ പ്ലാൻ ചെയ്യാം. ജോലിക്ക് പോകുന്നവരായിക്കൊള്ളട്ടെ, വീട്ടുജോലികൾ ചെയ്യുന്നവരായിക്കൊള്ളട്ടെ, ഈ ഒരു സമയം അന്നത്തെ ദിവസം ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടി വിനിയോഗിക്കാം. 4. ആത്മപരിശോധന. ഇവിടെ പറ്റിപ്പോയ അബദ്ധങ്ങളും നഷ്ടപ്പെട്ടതിനെയൊന്നും ഓർത്ത് വിഷമിക്കാതെ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ച നല്ല കാര്യങ്ങൾ മാത്രം ഓർത്തെടുക്കുക. അഭിമാനം കൊണ്ട നിമിഷങ്ങൾ ഓർത്തെടുക്കുക. 5. നന്ദി പ്രകാശിപ്പിക്കുക. സ്വയം സ്നേഹിക്കുക. അന്നത്തെ ദിവസം നല്ലതായിരിക്കുമെന്ന് വിശ്വസിച്ച് തുടങ്ങുക. അനുയോജ്യമായതും പ്രായോഗികമായതും തമ്മിലുള്ള ഒരു യുദ്ധമാണ് ഇന്നത്തെ ജീവിതം. ജോലികളിൽ നൈറ്റ് ഷിഫ്റ്റ്, പണി ഓവർലോഡ് കാരണം രാത്രി ഉറക്കം നഷ്ടപ്പെടുന്നവർ, രോഗം, മാനസിക സമ്മർദ്ദം ഇവ മൂലം ഉറക്കം നഷ്ടപ്പെടുന്നവർ, ഇങ്ങനെയുള്ളവർക്കൊന്നും ഇത് സാധ്യമല്ല. ഒരു ദിവസത്തെ നമ്മുടെ സർക്കാഡിയൻ റിതം കൺട്രോൾ ചെയ്യുന്നത് മെലാറ്റോണിൻ എന്ന ഹോർമോണാണ്. ഇരുട്ടിൽ മാത്രമാണ് ഇവ ഉൽപ്പാദിക്കപ്പെടുന്നത്. ഉറക്കം വരാനുള്ള ഒരു കാരണവും ഇതാണ്. കോർട്ടിസോൾ അഥവാ സ്ട്രെസ് ഹോർമോൺ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് പകൽ സമയത്താണ്. അത് നമ്മളെ ഉന്മേഷത്തോടെ വർക്ക് ചെയ്യാൻ സഹായിക്കും. രാത്രി അടുക്കും തോറും അത് കുറയും. അതേസമയം മെലാറ്റോണിൻ രാത്രി അടുക്കുമ്പോൾ കൂടുന്നു. ഈ ഒരു ചക്രം തെറ്റുമ്പോൾ ശരീരത്തിൻ്റെ ഇക്വിലിബ്രിയം തെറ്റുകയും ജീവിതശൈലീ രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. പഠനങ്ങൾ പ്രകാരം ഏറ്റവും നല്ല അളവിൽ മെലാറ്റോണിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ബ്രഹ്മമുഹൂർത്തം അടുക്കുമ്പോഴാണ്.
അത് നമ്മളുടെ മൂഡ് സ്റ്റെബിലൈസ് ചെയ്യാൻ സഹായിക്കുന്നു. വർക്കിലെ സ്ട്രെസ്, നൈറ്റ് ഷിഫ്റ്റ്, ബന്ധങ്ങളിലെ സ്ട്രെസ് ഇവയൊക്കെ കൊണ്ട് മെലാറ്റോണിൻ, കോർട്ടിസോൾ താളം തെറ്റുന്നു. പോരാത്തതിന് ഫോൺ, ലാപ്ടോപ്പ് മുതലായ ഇലക്ട്രിക് ഡിവൈസസിൽ നിന്ന് വരുന്ന ബ്ലൂ ലൈറ്റ് മെലാറ്റോണിൻ ഉൽപ്പാദിപ്പിക്കുന്നത് തടയുകയും ഉറക്കം കളയുകയും ചെയ്യുന്നു. പ്രമേഹം, ആൻസൈറ്റി, വിഷാദം, രക്തസമ്മർദ്ദം തുടങ്ങി പല രോഗങ്ങൾക്കാണ് ഇത് വഴിയൊരുക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? 1. ഗ്രാജുവൽ അഡ്ജസ്റ്റ്മെൻറ്റ്. നാളെ മുതൽ 3:30 എണീറ്റ് പരീക്ഷിക്കാമെന്ന ആശയം വേണ്ട. പകരം ഓരോ ദിവസവും 15 മിനിറ്റ് നേരത്തെ എണീച്ചു തുടങ്ങുക. പിന്നീട് 5:30 to 6 ഒക്കെ സ്ഥിരമായി എണീക്കാൻ ശ്രമിക്കുക. 2. നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് രാവിലെ ഉറങ്ങുമ്പോൾ കണ്ണ് കവർ ചെയ്യുന്ന ഗാഡ്ജറ്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്, അത് വെച്ച് ഉറങ്ങുക. 3. സ്ട്രെസ്സ് കുറയ്ക്കുന്നതിനായി മെഡിറ്റേഷൻ, ചെറിയ എക്സസൈസ്, വായന എന്നിവയിൽ ഏർപ്പെടുക. 4. ഫോൺ ഉപയോഗം ഉറങ്ങുന്ന സമയത്ത് മുഴുവനായും ഒഴിവാക്കുക. എന്നിട്ടും ഉറക്കം കിട്ടുന്നതിൽ ബുദ്ധിമുട്ടുള്ളവർ ആയുർവേദത്തിൻ്റെ സഹായത്തോടു കൂടി മറികടക്കാവുന്നതാണ്. ആയുർവേദത്തിലെ നിദ്രയെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ വിവരിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.